الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും സംസ്കരിക്കുകയും എല്ലാ സൽഗുണങ്ങളും നമ്മുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിനെ സംസ്കരിച്ച് പരലോക വിജയത്തിന് അർഹരാക്കി തീർക്കുക എന്ന ദൗത്യമാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത്. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ദുർഗുണങ്ങളിൽപ്പെട്ടതാണ് സ്വാർത്ഥതയും പിശുക്കുമൊക്കെ. സ്വാർത്ഥതയും പിശുക്കുമൊക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കി പകരം ഔദാര്യവും ദയയും കാരുണ്യവും ഒക്കെ മനസ്സിൽ വളർത്തിയെടുക്കുകയും ഔദാര്യമുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള, ദയയുള്ള മനസ്സിന്റെ ഉടമകളാവുകയും ചെയ്യണം എന്നത് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് കൽപ്പിക്കുന്ന കാര്യമാണ്. ഖൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയത്തിന്റെ ഉടമകൾക്കാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്, രക്ഷയുള്ളത് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന പിശുക്ക്, സ്വാർത്ഥത, ഇതൊക്കെ ഇല്ലാതെയാക്കുക. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ സാധിക്കും പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കണം. വസ്മഉ, നിങ്ങൾ കേൾക്കണം. വഅതിഉ, നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വഅൻഫിഖു, നിങ്ങൾ ചെലവഴിക്കണം. ഖൈറൻ ലിഅൻഫുസിക്കും, നിങ്ങളുടെ തന്നെ ഗുണത്തിന് വായുന്നത് നിങ്ങൾ ചെലവഴിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരാകുന്നു വിജയികൾ എന്ന്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ഔദാര്യമുള്ള മനസ്സിന്റെ ഉടമകളായി തീരുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്നവർ എന്ന് ഖുർആൻ അറിയിക്കാം. ആ മനുഷ്യന്റെ
പരലോക വിജയത്തിന് മനസ്സ് പിശുക്കില്ലാത്ത ഔദാര്യമുള്ള മനസ്സിന്റെ ഉടമയായി തീരണം എന്ന് ഖുർആൻ പഠിപ്പിക്കുക. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫിൽ ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും, ധനം ചെലവഴിക്കുന്ന ആളുകൾ, ഫില്ലൈലി വന്നഹാർ, രാവും പകലും, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. അപ്പൊ രാവും പകലും ജീവിതത്തിൽ ഏത് സമയത്തും ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. മറ്റാരും അറിയാതെ രഹസ്യമായി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നില്ല, പരസ്യമായും ചെലവഴിക്കാം. പക്ഷെ പരസ്യമായി ചെലവഴിക്കുമ്പോ അത് മറ്റുള്ളവർ ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടി ആവരുത്. നേരെ മറിച്ച് ഞാൻ ചെയ്യുന്ന കർമ്മം കണ്ടിട്ട് മറ്റുള്ളവർ കൂടി അത് മാതൃകയാക്കട്ടെ, മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാവട്ടെ എന്നുള്ള നിലക്ക് പരസ്യമായി ചെയ്യാം. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുന്ന ഫലഹും അവർക്കുണ്ട്, അജ്റുഹും അവരുടേതായ പ്രതിഫലം, ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പൊ ജീവിതത്തില് ദുഃഖവും പ്രയാസവും ഇല്ലാത്ത അനുഗ്രഹീതമായ ഒരു ജീവിതം പരലോകത്ത് ലഭിക്കാൻ ഭൗതിക ലോകത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പിശുക്കില്ലാതെ ചെലവഴിക്കുന്നവരായിരിക്കണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ ഹദീസിൽ നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി പറഞ്ഞു, മാ തസദ്ദഖ അഹദുൻ ബിസദഖ, നിങ്ങളിൽ ഒരാളും ഒരു ധർമ്മവും ചെലവഴിക്കുന്നില്ല, മിൻ ത്വയ്യിബിൻ, നല്ലതിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ഹലാലായി സമ്പാദിച്ച മുതൽ. എന്നിട്ട് റസൂൽ തന്നെ പറയാ, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ, ത്വയ്യിബ് അല്ലാതെ അല്ലാഹ് സ്വീകരിക്കൂല. വിശിഷ്ടമായതേ അല്ലാഹ് സ്വീകരിക്കൂ. നല്ല മനസ്സിൽ നിന്ന്, നല്ല മനസ്സിന്റെ ഉടമകളിൽ നിന്നേ സ്വീകരിക്കുള്ളൂ, നല്ലതേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ധർമ്മം ചെയ്താൽ ഇല്ല അഖദഹുല്ലാഹു ബിയമീനിഹി, അല്ലാഹു അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കും. നിങ്ങൾ ധർമ്മം ചെയ്താൽ അല്ലാഹു അത് നിങ്ങൾ സ്വീകരിക്കും. എന്നിട്ടോ വഇൻ കാനത്ത് തമ്രത്തൻ, അതൊരു ഈത്തപ്പഴമാണെങ്കിൽ പോലും, ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിസ്സാരമായ കാര്യമാണ് എങ്കിൽ പോലും അല്ലാഹു അത് സ്വീകരിക്കും. ഫീ കഫിർ റഹ്മാൻ, അള്ളാഹുവിന്റെ അധീനത്തിലായിക്കൊണ്ട് അത് അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഒരു കാര്യമാണ് ചെലവഴിക്കാൻ സാധിച്ചത്, അത് നിങ്ങൾ ചെലവഴിച്ചു എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറയാണ്, ഹത്താ തകൂന അഅലമ മിൻ ജബലിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്, അതാണ് നിങ്ങൾ കൊടുത്തത്. അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് അള്ളാഹു വളർത്തിയിട്ടുണ്ടാവും, ഒരു പർവ്വതം പോലെ വളർത്തിയിട്ടുണ്ടാകുമെന്ന്. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഔ ഫസീല, നിങ്ങളിൽ ഓരോരുത്തരും നാൽക്കാലിയെ വളർത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മരം, ഒരു ചെടി വെച്ച് വളർത്തുന്നത് പോലെ. ചെറിയൊരു ചെടി അത് വളർന്ന് വലുതായി പടർന്ന് പന്തലിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. ചെറിയൊരു ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയോ അത് വളർന്ന് വലുതാകുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ നിസ്സാരമായ, നിങ്ങളെ കൊണ്ട് കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് കൊടുത്തത്. എനിക്ക് കൊടുക്കാനൊന്നുമില്ല, ഞാനില്ലാത്തവനാ, ഞാനൊന്നും മറ്റുള്ളവന് ധർമ്മം സ്വീകരിക്കാൻ മാത്രമുള്ളവനാണെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടാവാൻ പാടില്ല മുസ്ലിങ്ങളെ കൂട്ടത്തിൽ. അങ്ങനെയാണ് കുറെ ആളുകളുടെ മനസ്ഥിതി. അതാണ് നമ്മുടെ സമൂഹത്തിൽ കുറെ ആളുകളുടെ മനസ്ഥിതി അങ്ങനെയാണ്. ഞങ്ങൾ ഒക്കെ വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ്. എനിക്ക് സക്കാത്ത് കിട്ടണം, എനിക്ക് മറ്റുള്ളവർക്ക് സദഖ കിട്ടണം, ഒക്കെ അങ്ങോട്ട് കിട്ടണം എന്നാ. കിട്ടുന്നതിൽ നിന്നൊരു നിശ്ചിത ചെറിയ വിഹിതം ഞാൻ കൊടുക്കട്ടെ, ഞാൻ അങ്ങനെ കൊടുക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടാവണം എന്നാ. അങ്ങനെ മനസ്ഥിതിയുള്ള ആളുകളാണ് രക്ഷപ്പെട്ടവർ എന്നാ ഖുർആൻ പറഞ്ഞത്. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെട്ടത് അവരാണ് വിജയികൾ നടന്നത്. അപ്പൊ എന്താണ്, ഏതില്ലാത്തവനും ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ കഴിയും അർത്ഥം.
ഏതില്ലാത്തവനും കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ധർമ്മം വാങ്ങി ശീലിച്ച ആളുകള് അവർക്കൊന്നും ഒരു ഉറുപ്പ്യ പോലും കൊടുക്കൂല എന്നർത്ഥം. ഞങ്ങൾ കിട്ടാനുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ദരിദ്രന്മാരാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങാൻ മാത്രമുള്ള ആൾക്കാരാണെന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി ഒരൊറ്റ മുസ്ലിമിനുണ്ടാവാൻ പാടില്ല. ഒരൊറ്റ മുസ്ലിമിനുണ്ടാവാൻ പാടില്ല. നമുക്ക് ഒരാളൊരു 100 രൂപ ദാനം ചെയ്താൽ അതിൽ നിന്നും കൊടുക്കാലോ, ഒരു 2-2.5 ഉറുപ്പ്യ നമുക്ക് കൊടുക്കാലോ. അങ്ങനെ കൊടുക്കുന്ന മനസ്ഥിതി ഉണ്ടാവണം എന്നാണ്. അങ്ങനെ മനസ്ഥിതി ഇന്ത്യത്ത് ഉണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് ഞാൻ കൊടുക്കും എന്ന മനസ്ഥിതിയുള്ള ആളുകൾ, അവരാണ് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. അവരെ കുറിച്ചാണ് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരാണോ അവരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മള് കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. കൊടുക്കുമ്പോ നമ്മൾ ഒരേ ഒരു ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അത് പരലോകത്തേക്കുള്ള സമ്പാദ്യമായിരിക്കണം. ആ ഒരൊറ്റ ചിന്ത ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ എന്തിന് ഏത് മാർഗത്തിൽ ഒരു ഉറുപ്പ്യാണ് നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചു, എനിക്കിത് പരലോകത്തേക്കുള്ള സമ്പാദ്യമാവണം എന്നൊരൊറ്റ നിയ്യത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ ഖുർആൻ പറയാ, مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. مثل الذين ينفقون أموالهم في سبيل الله, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണത്. ഭൂമിയിൽ നട്ട ഒരു ധാന്യമണി, ഒരൊറ്റ ധാന്യമണി ഭൂമിയിൽ നട്ടു. എന്നിട്ടോ 58 സബഅ സനാബില, ഒരൊറ്റ നെല്ലിന്റെ മണി ഭൂമിയിൽ നട്ടു. അത് മുളച്ച് 7 കതിരായിട്ട് വന്നു. എന്നിട്ടോ ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, ഓരോ കതിരിലും 100 മണി വീതം. അപ്പൊ എത്രയായി? 700 ഒരൊറ്റ ധാന്യമണി നെല്ലിന്റെ മണി നിലത്ത് മണ്ണിൽ നട്ടു. അത് വളർന്ന് വലുതായി 7 കതിരായിട്ട് വന്നു. ഓരോ കതിരിലും 100 മണി വീതം എന്ന്. അതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ എന്ന്. അപ്പൊ 10 കൊടുത്താൽ അതിന് 700 കിട്ടും, 700 ഇരട്ടിയായി കിട്ടും. 100 കൊടുത്താൽ 700 ഇരട്ടിയായി കിട്ടും. എത്രയാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതൊക്കെ അതിന് 700 ഇരട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. അതിനേക്കാൾ ഇരട്ടിയാക്കി കൊടുക്കും അള്ളാഹു. അവനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയാക്കി കൊടുക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ട. അള്ളാഹ്ക്ക് കുറെ ആൾക്കാരോട് പ്രത്യേകമായി താല്പര്യമുള്ളത് കൊണ്ട് കുറെ ആൾക്കാർക്ക് അള്ളാഹു കുറെ ഇരട്ടിയാക്കി കൊടുക്കും. വേറെ കുറെ ആൾക്കാർക്കോട് അള്ളാഹ് ഭയങ്കര ദേഷ്യം, അതുകൊണ്ട് ഓർക്ക് അങ്ങനെ ഒന്നും കൊടുക്കൂല. അങ്ങനെയല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും 100 രൂപ വെച്ച് ദാനം ചെയ്ത് വിചാരിച്ചോ, ഇന്ത്യങ്ങളെയും കണ്ടിൽ നമ്മളെല്ലാവരും 100 രൂപ കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഇത് പരലോകത്തേക്ക് ഇരട്ടിയായിട്ട് കിട്ടണമെന്ന് നിയ്യത്ത് കൊടുത്തത് ആരാണ്. അതല്ല ഞാനൊരു കൊടുക്കുന്നവനാണെന്നുള്ള നിയ്യത്ത് കൊടുത്തത് ആരാ, അതാർക്കറിയാം? അള്ളാഹ്ക്ക് അറിയുള്ളൂ. എന്റെ ഇങ്ങളെയും കണ്ടിൽ നമ്മളെല്ലാവരും 100 രൂപ കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനസ്സറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആർക്കാണോ ഇരട്ടിയായിട്ട് കൊടുക്കേണ്ടത് അവർക്ക് അള്ളാഹു ഇരട്ടിയായിട്ട് കൊടുത്തു. അതാ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വല്ലാഹു സമീഉൻ അലീം, വാസിഉൻ അലീം. വല്ലാഹു വാസിഉൻ, അങ്ങേയറ്റത്തെ വിശാലമായി നൽകുന്ന വിശാലനാണ് അള്ളാഹു. അള്ളാഹു കൊടുക്കുന്നതിനൊരു മടിയില്ല, അത്ര വിശാലമായിട്ട് കൊടുക്കും അള്ളാഹു. കൊടുക്കാൻ പരലോകത്ത് ധർമ്മത്തിന് പ്രതിഫലം നൽകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിലും അള്ളാഹു കുറെ ആളുകൾക്ക് ഇഷ്ടംപോലെ കണക്കില്ലാതെ കൊടുത്ത് പരീക്ഷിക്കാറുണ്ട്. പരലോകത്ത് അങ്ങനെ വാസിയായിട്ട് വിശാലന അലീമാണ് അള്ളാഹു. എല്ലാം അറിയും, ഓരോരുത്തരുടെയും മനസ്ഥിതി കൃത്യമായിട്ട് അറിയുന്ന അലീമാണ് അള്ളാഹു. അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരലോകം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്. മഹാനായ താബിഈ പണ്ഡിതൻ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു അന്നിയ്യ. എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് മനസ്സിന്റെ നിയ്യത്ത് അത് വലിയ കർമ്മങ്ങളാക്കി മാറ്റും. വറുബ്ബ അമലിൻ സഗീരിൻ
എത്ര വലിയ വലിയ കർമ്മങ്ങളാണ് അതിനെ നിസ്സാരമാക്കി കളയും നിയ്യത്ത്. അത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എത്ര ചെറിയ കർമ്മങ്ങളാണ് അത് നിയ്യത്തിനെ വലിയ കർമ്മങ്ങളാക്കി മാറ്റുന്നു. എത്ര വലിയ കർമ്മങ്ങളാണ് അത് നിയ്യത്ത് കാരണം ഒന്നുമല്ലാതെ നിസ്സാരമായി പോകുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പരലോകം ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിതത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരൊറ്റ ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. പരലോകം ലക്ഷ്യം വെച്ച് ചെയ്തതേ പരലോകത്ത് കാണുള്ളൂ. അത് മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി. എന്ത് കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരേ ഒരു ചിന്ത, ഞാൻ നിയ്യത്ത് വെച്ചത് എന്റെ മനസ്സിൽ എന്താണോ നിയ്യത്ത്, പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്ന നിയ്യത്ത് ചെയ്തത് മാത്രമേ പരലോകത്ത് കിട്ടുള്ളൂ. അല്ലാത്തതൊന്നും പരലോകത്ത് കിട്ടൂല, എത്ര വലിയ കർമ്മമായാലും ശരി. അതുകൊണ്ട് പരലോകം നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം കർമ്മം ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ധർമ്മം ചെയ്യുമ്പോൾ ഈ ധർമ്മത്തിന്റെ കാര്യത്തിൽ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ധാരാളം ധർമ്മം ചെയ്ത ആളെ നരകത്തിലിടും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം അതാ, ധാരാളം ധർമ്മം ചെയ്തിട്ട് നരകത്ത് പോവാ. കർമ്മം പരലോകത്ത് കാണാനും അനുഭവിക്കാനും പറ്റാതെ വരിക, അത് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ധർമ്മം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. ഖുർആന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദാ, പിന്നീട് എടുത്തു പറഞ്ഞുകൊണ്ടും ആ ധർമ്മം ചെയ്ത ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടും അത് നഷ്ടപ്പെടുത്താത്ത ആളുകൾ ലഹും അജ്റുഹും, അവർക്കാണ് പ്രതിഫലമുള്ളത് ഇന്ദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ. അപ്പം എടുത്തു പറയാ, ധർമ്മം ചെയ്തവരെ ഉപദ്രവിക്കുക, അത് രണ്ടും കർമ്മം പരലോകത്ത് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന. ഒന്ന്, ഞാൻ അവനത്ര കൊടുത്തിട്ടുണ്ട് ഇവനെത്ര കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഞാൻ വലിയൊരു കൊടുക്കുന്നവനാ ധർമ്മിഷ്ഠനാന്ന് പറയാൻ വേണ്ടിയാണത്. 2, കൊടുത്തതിന്റെ പേരിൽ ഉപദ്രവിക്കുക. അത് പലപ്പോഴും ഈ മഹല്ലുകളിലൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ വിവാഹത്തിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുക. എന്നിട്ട് ആ സഹായം ചെയ്തതിന്റെ പേരില് മഹല്ലുമായി ബന്ധപ്പെട്ട എല്ലാ പണിയും അയാൾ ഏൽപ്പിക്കുക. അയാൾക്ക് ഇങ്ങനെ തോന്നും, ഞാൻ ഈ സഹായം സ്വീകരിക്കേണ്ടതില്ലായിരുന്നു, ഇടങ്ങാറായിപ്പോയി ഞാൻ സ്വീകരിച്ചുകൊണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന്. ധർമ്മം വാങ്ങിയ ആൾക്ക് അയാളുടെ മനസ്സിന്റെ നന്ദി കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാം, അത് വേറെ വകുപ്പാണ്. പക്ഷെ നമ്മൾ കൊടുത്തതിന്റെ പേരിൽ ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഉപദ്രവിച്ചാൽ അത് പരലോകത്തേക്ക് ഉണ്ടാവില്ല. അതാ നല്ല പറഞ്ഞു തരാം, വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. 1, കൊടുത്തത് എടുത്തു പറയാൻ പാടില്ല. 2, അതിന്റെ പേരിൽ ഒരു നിലക്കുള്ള ഒരു ഉപദ്രവവും ധർമ്മം സ്വീകരിച്ചവൻ ഉണ്ടാവാൻ പാടില്ല എന്ന്. എന്നിട്ട് ഖുർആൻ പറയാ, ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖ. എന്താണ് ആ വാക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ചിലപ്പോ എന്താണല്ലോ, ഈ കൈ പൈസ ഒന്നുമില്ലാതെ മറ്റുള്ളവനോട് കടം വാങ്ങിയിട്ടൊക്കെ ചെലവ് മുമ്പോട്ട് കൊണ്ടുവന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്ക് പലപ്പോഴും. അപ്പൊ ഒരു പിരിവും ചോദിച്ച് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. പലരെയും നമ്മളൊക്കെ സ്വഭാവമാണത്. ഒരിക്കലും മുമ്പിനായ ഒരു മനുഷ്യന്റെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പാടിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും. ഞാൻ തന്നെ കടം വാങ്ങിയിട്ട് ആ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മളെ മനസ്സിൽ വരും. പക്ഷെ നമ്മൾ അത് പറയാൻ മാന്യമായി പറയാം. അള്ളാന്റെ വാക്കാ ഖൗലുൻ മഅറൂഫുൻ, നല്ല ഒരു വാക്ക്, ഖൈറുൻ മിൻ സദഖ, സദഖയേക്കാൾ നല്ലതാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന സമയം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ദേഷ്യം പിടിക്കാതെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം നമ്മൾ മാന്യമായി നല്ല വാക്ക്, ഒന്നും പ്രയാസത്തിലാണ്, ഞാൻ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് തരാൻ, നല്ല വാക്ക്, ദേഷ്യം പിടിക്കാതിരിക്കുക. അതാ ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖ, അള്ളാന്റെ വാക്കാണുള്ളതൊക്കെ. നിങ്ങൾ കൊടുക്കുന്ന ധർമ്മത്തെക്കാൾ നല്ലതാണ് നല്ല വാക്ക്. അപ്പൊ ഒരിക്കലും മറ്റൊരാൾ ധർമ്മം ചോദിക്കുമ്പോ, പിരിവ് ചോദിക്കുമ്പോ ദേഷ്യം പിടിക്കാൻ പാടില്ല നമുക്ക് എന്ന്. അതാണ് ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ഉപദ്രവം ചെയ്യുന്ന ധർമ്മത്തെക്കാളും ഒക്കെ നല്ലൊരു വാക്കാണ് നല്ലത്. വല്ലാഹു ഗനിയ്യുൻ ഹലീം, അല്ലാഹു വിവേകിയാണ്, ധനികനാണ് അല്ലാഹു. എന്നിട്ട് ഖുർആന് ഒരു ഉദാഹരണം പറഞ്ഞു.
വിശ്വാസികളെ വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാത്തികും ബിൽ മന്നി വല്ലാദ, എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവം ചെയ്തുകൊണ്ടും നിങ്ങളുടെ ധർമ്മം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നവനെ പോലെ. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നവൻ, മറ്റുള്ളവരോടൊക്കെ ഞാൻ കൊടുത്തത് ഇങ്ങനെ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു ഇങ്ങനെ എടുത്തു പറയുന്ന ആള്, അതുപോലെ നിങ്ങൾ ആവരുത്. അതുപോലെ തന്നെ മറ്റുള്ളവനെ കൊടുത്തവനെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ടല്ല അവൻ ചെയ്തത്. അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ടാണ് ഈ രണ്ടവസ്ഥ ഉണ്ടാവില്ല. ഒന്ന്, ആളുകളെ കാണിക്കാൻ വേണ്ടി ആവില്ല, കൊടുത്തതിന്റെ പേര് ഉപദ്രവിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുത്തത് എടുത്ത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവനെ ഉപദ്രവം ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ ആവരുത്. എന്നിട്ട് ഖുർആൻ പറയാം, അങ്ങനെ ചെയ്യുന്ന ഉദാഹരണം ഒരു മൊട്ട കുന്നു പോലെയാണ്, ഒരു നല്ല മിനുസുള്ള പാറ അതുപോലെയാണ്. അലൈഹി തുറാബുൻ, അതിന്റെ മുകളിൽ മണ്ണുണ്ട്. നല്ലൊരു മൊട്ടക്കുന്ന്, അതിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണിന്റെ മുകളിൽ ആൾക്കാർ കൃഷി ചെയ്തു. നല്ലൊരു മൊട്ടക്കുന്ന്, ആ കുറച്ച് മണ്ണ് അതിന്റെ മുകളിൽ ആൾക്കാർ കൃഷി ചെയ്തു. ഒരു കനത്ത മഴ വന്നിട്ട് ആ മണ്ണൊക്കെ അങ്ങ് ഒലിച്ചുപോയി. അത് മൊട്ടക്കുന്നായിട്ട് അവശേഷിച്ചു. അതുപോലെയാണെന്നാ. എത്ര ഭംഗിയുള്ള ഉദാഹരണമാണ്. ഒരു വലിയൊരു മൊട്ടക്കുന്ന്, അതിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട്, കുറെ കൃഷി ചെയ്തിരിക്കുന്നു. അതിന്റെ മുകളിൽ ശക്തമായൊരു മഴ വന്നപ്പോൾ മണ്ണൊക്കെ അങ്ങ് ഒലിച്ചു പോയി, അത് മിനുസുള്ള പാറയായി മാറി. ഇതുപോലെയാണ് നിങ്ങൾ എത്ര വലിയ ധർമ്മം ചെയ്താലും അത് റിആഇന് വേണ്ടിയാണെങ്കിൽ, ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുത്തത് എടുത്ത് പറഞ്ഞുകൊണ്ടും ഒക്കെ ആണെങ്കിൽ അതുപോലെ ആയിരിക്കും പരലോകത്ത് അനുഭവിക്കാൻ ഉണ്ടാവുകയില്ല. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവൻ സമ്പാദിച്ചതൊന്നും അവനെ കരസ്ഥമാക്കാൻ സാധ്യമല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. സത്യനിഷേധികളായ ജനതയെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന ഔദാര്യമുള്ള മനസ്സിന്റെ ഉടമകളാവണം. പിശുക്കന്മാരും സ്വാർത്ഥന്മാരുമായി തീരാൻ പാടില്ല. അത്തരം ദുർബലമായ അവസ്ഥകളിൽ നിന്ന്, മനസ്സിന് ബാധിക്കുന്ന ദൗർബല്യങ്ങളിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാണ് പരലോകത്ത് വിജയിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു. അതുകൊണ്ട് ആ നിലക്ക് പരലോകത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുവാനാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീൻ വറഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു ചെറിയൊരു ഹദീസ്, എന്നാൽ വിശാലമായ ആശയമുള്ള ഒരു ഹദീസ്. റസൂലുള്ളാഹി പറയാണ്, ലാ യജ്തമിഉ ശുഹ്റു വൽ ഈമാൻ, ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല. ഫീ ഖൽബി അബ്ദിൻ അബദ, ഒരടിമയുടെയും മനസ്സിൽ ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല. അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു മുഅ്മിന്റെ മനസ്സിൽ ഒരിക്കലും പിശുക്കുണ്ടാവില്ല. കാരണം ഇതൊക്കെ കെട്ടിപ്പൂട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആർക്കും ചിന്തല്ല, അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകേണ്ടതല്ലേ. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ് കാണാം, അയ്യുക്കും അഹബ്ബു മാല വാരിസിഹി മിൻ മാലിഹി, തന്റെ ധനത്തെക്കാൾ തന്റെ അനന്തരവന്റെ ധനത്തെ, സ്വത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല്, നമ്മളൊന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇതൊക്കെ വിട്ടെറിഞ്ഞങ്ങ് പോകുമ്പോ ഒക്കെ അനന്തരാവകാശിന്റെ സ്വത്താവും. നേരെ മറിച്ച് അതിൽ നിന്ന് പരലോകം ലക്ഷ്യം വെച്ച് ചെയ്തതൊക്കെ പരലോകത്തേക്ക് സമ്പാദ്യമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടത്തിൽ അനന്തരവന്റെ സ്വത്തിനെ, സ്വന്തം ധനത്തെക്കാൾ സ്വന്തം അനന്തരവന്റെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവരാരാണെന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പൊ നമ്മള് ഇതൊന്നും പരലോകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കൊണ്ടുപോകാൻ പറ്റുന്ന ഏതാണ്? പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത കർമ്മമൊക്കെ പരലോകത്തേക്ക് പോകാനുണ്ടാവും. ഖബറിലേക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും, പരലോക ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും, മഹ്ശറിലും അനുഭവിക്കാൻ സാധിക്കും. മഹ്ശറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകൾ, അത് 7 വിഭാഗത്തെയും പറയാൻ സമയമല്ല. 7 വിഭാഗം ആളുകൾ മഹ്ശറില് മനുഷ്യർ മുഴുവൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാകുമ്പോ, യൗമലാ വില്ല ഇല്ലാ വില്ലുഹു, അള്ളാഹു നൽകുന്ന തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം 7 വിഭാഗത്തിൽ ഒരു തണല് നൽകും അള്ളാഹു. 7 വിഭാഗത്തിന് അതിലൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്,
ധർമ്മം ചെയ്തവൻ അത് രഹസ്യമാക്കി വെച്ചു, വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ അത്ര രഹസ്യമാക്കി വെച്ച് ചെലവഴിക്കുന്ന ആളുകൾ. അപ്പൊ മഹ്ശറിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലും സംരക്ഷണവും അവർക്ക് ഉണ്ടാകും. ഖബറിൽ ആ ധർമ്മം ചെയ്തത് തുണയായിട്ട് വെളിച്ചമായിട്ടുണ്ടാകും. പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന അമലായിട്ട് സൽക്കർമ്മമായിട്ട് അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിന്റെ മനസ്സിൽ ഈമാനും പിശുക്കും ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അറിവുണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ സമ്പാദിച്ചത്, നമ്മൾ എന്താണോ ചെലവഴിച്ചത് അതേ നമുക്ക് പരലോകത്ത് ഉണ്ടാവുള്ളൂ. ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ പണം മാത്രമാണ് ഈ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ സമയം നമ്മൾ എത്ര അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു നമ്മൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് അള്ളാഹു തന്ന ആയുസ്സിൽ എത്ര സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു? ഇബാദത്തുകൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു? ഖുർആൻ പാരായണത്തിനും ദീനിന് കാര്യങ്ങൾ പഠിക്കാനും പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് എത്ര സമയം നമ്മൾ ചെലവഴിച്ചു? നമ്മൾ ചിന്തിക്കുക. അങ്ങനെ വിചാരണ നടത്താം. നമ്മൾ വെറും പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അത് കഴിയുന്നത് കഴിയുന്നത് എത്ര പരലോകത്തേക്ക് സമ്പാദിക്കാം. അറിവ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇപ്പോ ഈ സ്കൂളിൽ അധ്യാപകരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. ആ അറിവൊക്കെ വെറും ശമ്പളം വാങ്ങണം എന്ന നിയ്യത്തിൽ മാത്രം ചെലവഴിക്കുമ്പോ അത് പരലോകത്തേക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ നേടിയെടുത്ത അറിവ് പുതുതലമുറക്ക്, അത് ദുനിയവിയായ അറിവായാലും ശരി, ദീനിയായ അറിവായാലും ശരി, ഏത് അറിവാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി ഞാനിപ്പോ പുതുതലമുറ, എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിലേക്ക്, തലമുറക്ക് പകർന്നു കൊടുക്കട്ടെ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പുണ്യകർമ്മമാണ് എന്ന നിയ്യത്തോടു കൂടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതും പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കും. അത് അപ്പൊ സമ്പത്ത്, അറിവ്, ആരോഗ്യം, സമയം, ഇതൊക്കെയും പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പരലോകത്ത് നമുക്ക് കാണാനുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരലോകം ലക്ഷ്യം വെച്ച് ചെയ്ത കർമ്മം മാത്രമേ പരലോകത്ത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും എന്താണോ സമ്പാദിച്ചത് അതേ പരലോകത്ത് കാണാനുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ എന്ത് സമ്പാദിച്ചിട്ട്, സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് സമ്പാദിച്ചു പരലോകത്തേക്ക്? എന്റെ ആരോഗ്യം ഞാൻ എത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു? എന്റെ സമയം ഞാൻ എത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു? എന്റെ അറിവൊക്കെ ഏത് സമയത്ത് സ്വന്തം കുടുംബത്തിൽ അത് ഉപയോഗപ്പെടുത്താം, നമ്മളുമായി ഇടപഴകുന്ന ആളുകളിലൊക്കെ അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ എന്റെ അറിവ് ഞാൻ എത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു? ഇങ്ങനെ നമ്മളെ കുറിച്ച്, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതിൽ പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ചോദിക്കുക. അള്ളാഹു പരലോകം ലക്ഷ്യം വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന, പരലോകത്ത് അത്യുന്നതമായ വിജയം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണ റഹ്മാൻ. കാരുണ്യവാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണ റഹ്മാൻ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുന്ന റഹ്മാനെ. മരിക്കുന്ന ആളുകളെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, അവർ ബർസഖി ജീവിതത്തിലാണ്. നാഥ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നീ രോഗം കൊണ്ട് പരീക്ഷിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ, നാഥ, ആ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണ റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിൽ നിന്ന് റഹ്മത്തും ബറക്കത്തും ചെയ്യണ റബ്ബേ. രണ്ട് ലോകത്തും ഞങ്ങൾ വിജയിപ്പിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
الصالحات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.